ഓം നമ ശിവായ. 2025 ജനുവരി മാസം 28 ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്. ഗ്രഹസ്ഥിതി ആദ്യം പറഞ്ഞുകൊണ്ട് നക്ഷത്രഫലം വിവരിക്കാം. ഗ്രഹസ്ഥിതി: രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു, ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു, ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത്. തിങ്കളാഴ്ച ദിവസം രാവിലെ, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:46 ഞാനിന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ നാളത്തെ അനുഭവം ശതകോടീശ്വര യോഗമാണ് കണ്ടത്. കാരണം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ കുറേ നാളുകാർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ തലക്കെട്ട് ശതകോടീശ്വര യോഗമെന്ന് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ കൊണ്ട് ശതകോടീശ്വര യോഗം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അവരവരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ആസ്തികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശതകോടീശ്വര യോഗം വന്നു ചേരുന്നത്. താഴെത്തട്ട് മുതൽ ഉയർന്ന തട്ട് വരെ ഉള്ളവർക്ക് ഭൂമി സംബന്ധമായ സ്വത്ത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റേതായ അളവിലാണ് അവർക്ക് ഈ ശതകോടീശ്വര യോഗം വന്നു ചേരുക എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനിയും നക്ഷത്രഫലം വിവരിക്കാം. മേടക്കൂറുകാരുടെ കാര്യം ആദ്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു ശേഷി ഇവർക്കുള്ള ഒരു ദിവസമാണ്. ഒരു പരാക്രമശാലിയെപ്പോലെ ഇവർക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ശേഷി ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. മറ്റാർക്കും ഇവരെ ജയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. പിതാവിന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ പിതാവിനെ കൊണ്ട് ഇവർക്കും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ, ഒട്ടുമിക്ക കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ വീട്, വസ്തു, വാഹനം, സ്വത്ത് എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. ഈ ഒരു കാര്യത്തിൽ, അതായത് സ്വത്ത്, വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഇതിനെ അതിജീവിക്കാനുള്ളൊരു ശേഷി ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ്. മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമായിരിക്കുകയില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം കലാപരമായ മേഖലകളിൽ കഴിവ് കാണിച്ച് ധനം സമ്പാദിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ഈ ജാതകർക്ക് സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമാണെങ്കിലും കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. എത്ര ധനം കിട്ടിയാലും തികഞ്ഞു പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. മക്കളെ കൊണ്ടും തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിതാവിൻ്റെ സ്ഥിതി മെച്ചമാണെങ്കിലും പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമായി തീരുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുവാൻ ഇടയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അതുകൊണ്ട് ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം എന്നുള്ളതാണ് നക്ഷത്രഫലമായിട്ട് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ചൊവ്വാഴ്ച ദിവസം ഇവരുടെ അനുഭവം എന്തായിരിക്കും? ചൊവ്വാഴ്ച ദിവസം ഈ ജാതകർ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സം സൃഷ്ടിക്കപ്പെടുന്ന, അല്ലെങ്കിൽ തടസ്സമുണ്ടാകുന്നൊരു ദിവസമാണ്. എങ്കിലും ഇവർ പരമാവധി ശ്രമിക്കും കലാപരമായ മേഖലകളിൽ കഴിവ് കാണിക്കാൻ. ആ കഴിവ് കാണിച്ച് കീർത്തിയും അംഗീകാരവും
പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കും. പക്ഷെങ്കിൽ സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊന്നും ഇവർക്ക് ലഭിക്കത്തില്ല. തടസ്സങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് പിന്തുണയായി നിൽക്കുന്ന ഒരു ദിവസവുമല്ല. അവിടെയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാകും. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകും. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഇവർ എത്ര ശ്രമിച്ചാലും, ഇവരുടെ കഴിവ് പരമാവധി ശ്രമിച്ചാലും തടസ്സങ്ങൾ മൂലം പ്രതിസന്ധിയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യവുമില്ലാത്തൊരു ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടം ഉള്ളവർക്ക് അതിൻ്റേതായ നേട്ടം കൊണ്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് അവർക്ക് വന്നു ചേരുക. അവരുടെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ പിതാവിൻ്റെ ബന്ധുക്കാരോ അല്ലെ പിതാവ് മുഖേനയുള്ള ബന്ധങ്ങളിൽപ്പെട്ടവർക്കൊക്കെ ആപത്തും അനർത്ഥങ്ങളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജാതകർ കടന്നു പോകുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഈ ജാതകർ സഹകരിക്കുമ്പോഴും സൂക്ഷിക്കണം. തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. ഇനിയും കർക്കിടകക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ 12-ൽ ചൊവ്വ നിൽക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാതെ 6-ലും 7-ലും എന്ന് പറഞ്ഞാൽ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ മകരൻ രാശിയിൽ നിൽക്കുന്ന സൂര്യനുമായിട്ട് ഈ ചന്ദ്രൻ ചേരുന്ന ദിവസവുമാണ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കണം. അങ്ങേയറ്റം ജയിൽവാസം വരെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആപത്തനർത്ഥങ്ങൾ, അപകടങ്ങൾ, വളരെ പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ 12-ൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് 7-ലും 8-ലും ദൃഷ്ടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ധനുരാശിയിലും മകരൻ രാശിയിലും ദൃഷ്ടിയുണ്ട്. അപ്പോൾ മകരൻ രാശി എന്ന് പറഞ്ഞാൽ ശനിയുടെ ക്ഷേത്രമാണ്. ശനിക്ക് ആ ദൃഷ്ടി വരുമ്പോൾ ശത്രുത ഉണ്ടാകുന്നു. ശനി ഇവരുടെ ധനഭാവത്തിലേക്ക്, കർക്കിടകക്കുറുകാരുടെ ധനഭാവത്തിലേക്ക്, കുടുംബഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെ ശത്രുത വന്നു ചേരുന്നു. അപ്പോൾ ധനം കൊണ്ടുള്ള ഒരു വിഷയത്താൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാൽ വളരെ മോശമായ അനുഭവങ്ങൾ, തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അത് ജയിൽവാസം വരെ എത്തിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ഗ്രഹസ്ഥിതി വെച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ചേർന്ന് നിന്നാൽ പിതാവിന് മരണം സംഭവിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയുണ്ട്. ഇനി ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഇതൊന്നും വന്നു ചേരാതെ പോകുന്നവരുമുണ്ട്. ഇതൊക്കെ അനുഭവിക്കുന്നവരുമുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ഈശ്വരഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കണമേ, മഹാദേവൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ, മഹാദേവൻ ഞങ്ങളെ കരുണയോട് കൂടി കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങളെ കരകയറ്റണമേ എന്നൊക്കെ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. അതുപോലെ തന്നെ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ മനസ്സിലാക്കുക, 12-ലെ ചൊവ്വ ജയിൽവാസം വരെ ജാതകർക്ക് കൊടുക്കുവാനുള്ള സാധ്യതകളെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിൽ ഐശ്വര്യവും ധനപരമായ നേട്ടവും പുത്രഗുണവും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യമായ അനുഭവങ്ങൾ കൊണ്ട് കുടുംബസ്ഥിതിയെക്കുറിച്ചോ ധനസ്ഥിതിയെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നല്ല നേട്ടങ്ങൾ, അവർ ആനന്ദഭരിതരായി ജീവിക്കുവാൻ സാഹചര്യം വന്നു ചേരുന്നു. ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി അവർക്ക് അതിഭയങ്കരമായ നേട്ടമാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെ നേട്ടങ്ങൾ കൊയ്യുവാൻ അനുയോജ്യമായ ദിവസമാണ്. പണിനില ചൊവ്വ ഭൂമി കൊണ്ടുള്ള നേട്ടത്തെ കൊടുക്കുന്നു, ധനപരമായ നേട്ടത്തെ കൊടുക്കുന്നു, അപ്പോൾ ലാഭത്തെയും കൊടുക്കുന്നു. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശതകോടീശ്വരന്മാരായി തീരുവാനുള്ള യോഗം ചൊവ്വ കൊടുക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ചൊവ്വയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ഈ ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അവർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളെ കൊടുത്ത് ശതകോടീശ്വരന്മാരാക്കി മാറ്റുന്നത്. ഇവിടെ ഇവർക്ക് ദോഷമെന്ന് പറയാനായിട്ട് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും, അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സ്വത്ത്
ധനമൊക്കെ വന്നു ചേർന്നാലും, സ്വത്തുവകളോ ധനമോ ഒക്കെ വന്നു ചേർന്നാൽ പോലും പുത്രന്മാർക്ക് കൊടുക്കുവാനുള്ളൊരു മടി കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുത്രന്മാരെ കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നൊരു ദിവസമാണ്. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും പുത്രന്മാർക്ക് കൊടുക്കാനുള്ളൊരു മടി കാണിക്കും. പുത്രന്മാർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ തൃപ്തികരമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവർക്കുള്ള നേട്ടം. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച്, സ്ത്രീകൾ സംബന്ധിച്ചുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുമെങ്കിലും അതൊന്നും ചൊവ്വയുടെ അടുത്ത് നടക്കുന്ന കാര്യമല്ല. ചൊവ്വ അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു ശേഷിയും ശക്തിയും ഈ ജാതകർക്ക് കൊടുക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരുടെ കാര്യം ചിന്തിക്കാം. ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. ജ്യോതിഷം പറയുന്നു 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ ജാതകർക്ക് എവിടെയും വിജയം കൈവരിക്കുവാനുള്ള ഒരു ആർജവം, ഊർജം, ബുദ്ധി, തൻ്റെ ഇടം, ധൈര്യം ഒക്കെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഈ ജാതകർക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം അവരുടെ പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിച്ച് ധനവും ഐശ്വര്യവും പ്രതാപവും ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു അനുഭവം എല്ലാവർക്കും വന്നു ചേരുമോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. കാരണം ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ. അഷ്ടമ രാശിയുടെ അധിപനാണ് ചൊവ്വ. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാണ്. അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വ ഒരിക്കലും എല്ലാ ജാതകർക്കും നല്ല അനുഭവത്തെ കൊടുക്കുകയില്ല. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ടുള്ളൊരു നേട്ടം ഇവർക്കുണ്ടാകണമെന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരമാണോ എന്നൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെട്ടൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ശത്രുതകളും പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഫലം വരുന്നതെങ്കിൽ ഈ ചൊവ്വ അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നതിന് പകരം ശത്രുതയും പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതം അഭിമുഖീകരിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 3ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ, വൃശ്ചികൻ രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. നിങ്ങൾ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനൊരു വിലയുണ്ടാകും. നിങ്ങൾക്കൊരു കമാൻഡിങ് പവർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായൊരു ഗ്രഹമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ചൊവ്വ പ്രതികൂലമായൊരു ഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ധനവും ഉണ്ടാകത്തില്ല, പ്രതാപവും ഉണ്ടാകത്തില്ല, ഐശ്വര്യവും ഉണ്ടാകത്തില്ല. നിങ്ങൾ കരഞ്ഞ് നിങ്ങളുടെ ഉള്ള ഭൂമിയും വീടും കിടപ്പാടവും എല്ലാം വിറ്റ് നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ പുത്രന്മാരെ കൊണ്ട് ദുഃഖവും അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇപ്പോൾ നക്ഷത്രഫലത്തിൻ്റെ കൂടെ ഞാൻ ഈ ഗ്രഹത്തിൻ്റെ അനുകൂലവും പ്രതികൂലവും അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണെങ്കിൽ ദോഷം ചെയ്യും. 3ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് 3ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചൊവ്വയെ കൊണ്ട് എനിക്ക് ദോഷമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് എന്നോട് ശത്രുത ഉണ്ടാകത്തില്ല, വിരോധം ഉണ്ടാകത്തില്ല. അത് വിജയിക്കുവാൻ വേണ്ടിയുള്ള പിന്തുണ അവർ നൽകും. എൻ്റെ ജീവിതത്തിൽ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും ആൺമക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും എനിക്കുണ്ടാകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ പിതാവിന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യ സഹോദരനോ ഭർത്തൃ സഹോദരനോ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗ്യകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമോ, ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുമോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബസുഖവും ധനപരമായ നേട്ടമുണ്ടോ? നിങ്ങൾ പേരുകേട്ട കുടുംബക്കാരാണോ? നിങ്ങൾ അറിയപ്പെടുന്ന ധനാഢ്യരാണോ? നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയും അംഗീകാരവും പദവികളും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. നേരെ മറിച്ച് ഇക്കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള അല്ലെങ്കിൽ ഏത് പ്രകാരമുള്ള അനുഭവമാണ്
വന്നു ചേരുന്നതെങ്കിൽ അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണ്, ആ അളവനുസരിച്ചുള്ള അനുഭവമാണ് ചൊവ്വ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സാധാരണ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ സാധാരണ ഒരു ഭാഗ്യാനുഭവം പോലെ ജീവിതം ചൊവ്വാഴ്ച ദിവസം കടന്നു പോകും. അത് നിങ്ങൾ അനുഭവിക്കുന്നത് എത്രമാത്രമാണോ അത്രമാത്രം അളവിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചൊവ്വാഴ്ച ദിവസത്തെ അനുഭവം നേരത്തെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യം. ഇനി നിങ്ങൾക്ക് കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ദാമ്പത്യ ജീവിത വിജയമോ ഒന്നുമില്ലാതെ നിങ്ങൾ നിരാശരായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുരുക ക്ഷേത്രങ്ങളിൽ പോകുക, മുരുക ഭഗവാനെ ആരാധിക്കുക, മുരുക ഭഗവാന് വേല് കൊടുത്ത് പ്രസാദിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ മുരുക ഭഗവാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ആ വഴി ശ്രമിക്കണം എന്നും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ അഥവാ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയാണ് ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ധനസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ഇവരെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിവ് ഞാൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇവർക്ക് 7ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ പോലും, ദാമ്പത്യ ജീവിത ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ ജാതകർക്ക് ദോഷത്തെ ചെയ്യുന്നു. എങ്ങനെയാണ്? ഇവർ തന്നെ ഇവർക്ക് ദോഷം വരുത്തി വെക്കുന്ന ഒരു സാഹചര്യം ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇവരുടെ ജീവിതത്തെ തന്നെ കളയുവാൻ ശ്രമിക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനിയും ഈ ചൊവ്വ നിങ്ങൾക്ക് ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ തൃപ്തികരമായിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒന്നും ശത്രുക്കളല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ചൊവ്വ ദോഷം ചെയ്യുന്ന ഗ്രഹമല്ല എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ദോഷം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും നമുക്ക് ധനുക്കൂറുകാരെ കുറിച്ച് ചിന്തിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ ഇവർക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ചൊവ്വ 7ൽ വന്നാൽ എന്താണ് ദോഷം, എന്താണ് നേട്ടമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നേട്ടമൊന്നും വരത്തില്ല, ദോഷം തന്നെയാണ് വന്നു ചേരുക. ചൊവ്വ 7ൽ നിന്നാൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് സ്ത്രീ ജാതകത്തിനാണെങ്കിൽ ഭർത്തൃനാശമാണ് ഫലം എന്നുള്ളതാണ്. സ്ത്രീ ജാതകർക്ക് നാളത്തെ ദിവസം ഭർത്താവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഭർത്തൃനാശം എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഈ ചൊവ്വയിലെ 7ലെ സ്ഥിതി മൂലം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം തൃപ്തികരമല്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതാണ് ഈ 7ലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതി കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് ചേരുന്നു. അത് കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മോശമാക്കും. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ധനക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി ഈ ദോഷങ്ങളൊക്കെ നാളെ ഉണ്ടാകുമോ അതോ ഈ ദോഷം ഇല്ലാതെ പോകുമോ എന്നറിയാൻ വേണ്ടി കുറച്ച് ഉപാധികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ തൃപ്തികരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണോ എങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളാണോ, നിങ്ങൾക്ക് ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളാണോ നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദോഷമൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഈ സമയം വരെയും സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ വാടകയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടും വസ്തുവൊക്കെ കടം കയറി വിറ്റ് നശിച്ചവരാണെങ്കിൽ ചൊവ്വ ദോഷം ചെയ്യുന്നൊരു ജാതകരാണ്. നിങ്ങൾ അടിപിടി കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ, പോലീസ് കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ, കോടതികളിൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടി നിങ്ങളുടെ നാളത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്കൊരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റും. നാളെ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവപ്രകാരം ഇങ്ങനെ ആണ് ചൊവ്വ എന്നെ സ്വാധീനിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് നാളെ തീർച്ചയായിട്ടും പ്രതിസന്ധി ആയിരിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് വലിയൊരു ഗുണകരമായൊരു അനുഭവമായി നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ആരെയും ഭയമില്ലാതെ, ആരെയും കൂസാതെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. കീർത്തിയും പ്രഭുത്വവും ഒക്കെ ഭൂമി കൊണ്ട് നേടിയെടുക്കുന്ന ഒരു ദിവസമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശതകോടീശ്വരന്മാരാകുവാനുള്ള അനുകൂലമായ ഒരു ദിവസമാണ്. അവരുടെ ലാഭഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഒരു കാരകഗ്രഹമാണ്, അല്ലെങ്കിൽ 4-ാം ഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ. അപ്പോൾ സഹോദരങ്ങളുടെ, സുഹൃത്തുക്കളുടെ കാരകഗ്രഹമാണ് ചൊവ്വ. ഈ ചൊവ്വ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, അതിന് പറഞ്ഞ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ്. ആരെയും കൂസാതെ, ഭയമില്ലാതെ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ച്, കലാപ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് അംഗീകാരവും കീർത്തിയും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കാൻ പറ്റിയ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ വലിയ തരക്കേടില്ലാതെ പോകും. എന്നാൽ ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല, അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സ്ഥിതി അല്പം മോശമാകാം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ടെൻഷൻ നിങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പെൺമക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോവുകയാണ്. അതൊക്കെ മാറിപ്പോയി നിങ്ങൾ പുതിയൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഊർജ്ജം, ധൈര്യം, തൻ്റെ ഇടമൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ശതകോടീശ്വരനാകുവാനുള്ള ഒരു സാധ്യത വന്നു ചേരുന്നു എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. 6-ൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങളെ ശതകോടീശ്വരനാക്കി മാറ്റും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ഈ ചൊവ്വ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ജീവിതാനുഭവങ്ങൾ കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് നാളിതുവരെ സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ചൊവ്വ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണെങ്കിൽ ചൊവ്വ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. 1 രൂപ പോലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടി ലാഭം കൊയ്യുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം നാളിതുവരെയായിട്ടൊന്നും നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഈ പറയുന്ന ശതകോടീശ്വര യോഗം ഒന്നും വന്നു ചേരണമെന്നില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് അധ്വാനിച്ച് സ്ഥലം മേടിച്ച്, വീട് വെച്ച്, വാഹനങ്ങളൊക്കെ മേടിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായൊരു ഗ്രഹമാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ലാഭം കൊയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ ആ ചൊവ്വ നിങ്ങൾക്ക് നേട്ടത്തെ തരും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ താമസിക്കുന്ന വീട്, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അയൽവാസികൾ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുകളിൽ, പ്രവർത്തന മേഖലകളിൽ ശത്രുത വന്നു ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്മേൽ ശത്രുത ഉള്ള ഒരു ജാതകനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ശത്രുത വന്നു ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നിങ്ങളുടെ ജനിച്ച സമയത്ത് ഈ ചൊവ്വായ്ക്ക് ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുക. അപ്പോൾ നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോയി മുരുക ഭഗവാനെ പ്രസാദിപ്പിക്കുക. ആ ശത്രുതയൊക്കെ അങ്ങ് മാറിക്കൊള്ളും. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ ചൊവ്വ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഗുണകരമല്ലാത്തൊരു ഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടാകത്തില്ല, വീട്, വസ്തു, വാഹനം ഒന്നും ഉണ്ടാകത്തില്ല. സഹോദരങ്ങളെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ പെരുവഴിയിലാകുവാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കിത്തരും ചൊവ്വ. വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. നല്ല വീടുണ്ടായിരുന്നു, നല്ല വസ്തു ഉണ്ടായിരുന്നു, വാഹനമുണ്ടായിരുന്നു, എല്ലാം വിറ്റുപോയി, കടം കയറി എല്ലാം നശിച്ചു പോയി. എങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് പ്രതികൂലമായൊരു ഗ്രഹമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. കാരണം മകരക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് എന്നിവ സംബന്ധിച്ചുള്ള ഒരു ഗ്രഹമാണ് ഈ ചൊവ്വ. അപ്പോൾ ആ ചൊവ്വ ദോഷമാണെങ്കിൽ കടം കയറി നശിക്കും, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പോകും, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു ജീവിതം നയിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലുള്ളൊരു വ്യക്തി ഈ നക്ഷത്രഫലം കേട്ട് നാളെ പ്രസിദ്ധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഗ്രഹമല്ല. നാളത്തെ ദിവസം നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലോ അല്ലെങ്കിൽ ശതകോടീശ്വരനായുള്ള യോഗം നിങ്ങൾക്ക് തരത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുക. വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാകും.
അങ്ങനെ തന്നെ മനസ്സിലാക്കി ചെയ്യുക, ജീവിക്കുക. ഇനിയും കുംഭക്കൂറുകാരുടെ കാര്യം പറയാം. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. 5-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ പുത്ര ദുഃഖം അനുഭവത്തിൽ വന്നു ചേരുമെന്നാണ്. പുത്രന്മാരെ കൊണ്ട് ദുഃഖിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. സുഖം, ധനം എന്നിവയിൽ കുറവുണ്ടാകും. അതുപോലെ തന്നെ മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഭരണകാര്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കോപം വരും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജ്യോതിഷത്തിൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ നാളിതുവരെയുള്ള ജീവിതാനുഭവം കൊണ്ടൊന്ന് ചിന്തിക്കാൻ പറ്റും, ശോധന ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ ചൊവ്വ നാളത്തെ ദിവസം നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും ചെയ്യത്തില്ല. നിങ്ങൾക്ക് അധികാരമുള്ള ജോലി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം, നീതിന്യായം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം വലിയ തിക്താനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. ഈ പറഞ്ഞ ദോഷ അനുഭവങ്ങളൊന്നും, അതായത് പുത്രദുഃഖമോ അല്ലെങ്കിൽ സുഖം, ധനം എന്നിവയിൽ കുറവോ അങ്ങനെയൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. മനക്ലേശമൊന്നും കണ്ടമാനം അനുഭവിക്കാനുള്ള സാധ്യതയൊന്നും വന്നു ചേരത്തില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളില്ല, സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നാളെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രതിസന്ധി ഉണ്ടാകാം. അങ്ങനെ ഉള്ള നെഗറ്റീവ് അനുഭവങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് 4-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മാതൃസുഖം, സമ്പത്ത്, ബന്ധുക്കൾ, സുഖം എന്നിവയിൽ പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നു. അതായത് മാതാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും, ധനപരമായിട്ടുള്ള നഷ്ടം, ബന്ധുക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ, കുടുംബസുഖം എന്നിവയിൽ കുറവുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇവയൊക്കെയാണ് നാളത്തെ ദിവസം മീനക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യത. ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എന്നാൽ കുടുംബം, ധനം, സുഖം എന്നിവയിൽ നല്ല അനുഭവത്തോടുകൂടി ജീവിക്കുന്ന ജാതകരാണെങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായൊരു ഗ്രഹമാണ്. നിങ്ങൾ ജനിച്ച സമയത്ത് ചൊവ്വ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉള്ളത്. ആയതിനാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതൃദുഃഖമോ സമ്പത്തിൻ്റെ നഷ്ടമോ ബന്ധുക്കളുടെ ശത്രുതയോ ഒന്നും തന്നെ വന്നു ചേരത്തില്ല. നിങ്ങൾ നല്ല ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകും. നേരെ മറിച്ച് നിങ്ങൾ ജനിച്ച സമയത്ത് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 4-ൽ തന്നെയാണ് അന്ന് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം നിങ്ങൾക്ക് മാതൃസുഖത്തിൽ കുറവ് വരും, സമ്പത്തിന് നഷ്ടം വരാം, ബന്ധുക്കളുടെ ശത്രുത വന്നു ചേരാം, കുടുംബസുഖം എന്നിവയിലും ഭാഗ്യം കൊണ്ടുള്ള കാര്യങ്ങളിലുമൊക്കെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ നാളിതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ കൊണ്ട് നാളത്തെ ദിവസം എങ്ങനെയാണ് വന്നു ചേരുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശോധന ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ വന്നു ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.